രണ്ടാം ലോക മഹായുദ്ധകാലത്ത് പാരച്യൂട്ടില്ലാതെ വിമാനത്തിൽ നിന്ന് താഴേക്ക് വീണ ഒരു സൈനികന്റെ കഥയുണ്ട്. താൻ മരിക്കുമെന്നുറപ്പിച്ച നിമിഷത്തിലാണ് താഴെ ഒരു ഗ്യാസ് സ്റ്റേഷൻ പൊട്ടിത്തെറിക്കുന്നത് അവൻ കാണുന്നത്. ആ കഥയനുസരിച്ച് ആ സ്ഫോടന തരംഗം ബ്ലാസ്റ്റ് വേവ് അവന്റെ വീഴ്ചയുടെ ആഘാതം കുറയ്ക്കുകയും ഭൂഗുരുത്വാകർഷണത്തെ ഇല്ലാതാക്കി അവനെ പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്തു. പരീക്ഷണം. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കാൻ മിത്ബസ്റ്റേഴ്സ് സംഘം തീരുമാനിച്ചു. 20,000 അടി മുകളിൽ നിന്ന് ഒരാളെ കൃത്യമായൊരു ലക്ഷ്യത്തിലേക്ക് വീഴ്ത്തുക എന്നത് അസാധ്യമാണ്. എന്നാൽ ഫിസിക്സ് അനുസരിച്ച് ഒരാൾ 500 അടി താഴേക്ക് വീഴുമ്പോൾ തന്നെ അയാളുടെ പരമാവധി വേഗതയായ ടെർമിനൽ വെലോസിറ്റി, അതായത് മണിക്കൂറിൽ 120 മൈൽ വേഗത കൈവരിക്കും. അതുകൊണ്ട് അവർ ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കി. വിമാനത്തിന് പകരം വലിയ ഹീലിയം ബലൂണുകൾ ഉപയോഗിക്കുക. സൈനികന് പകരം 180 പൗണ്ട് ഭാരമുള്ള ഒരു ക്രാഷ് ഡമ്മി ഉപയോഗിക്കുക. ഗ്യാസ് സ്റ്റേഷന് പകരം 1000 പൗണ്ട് അതിശക്തമായ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിക്കുക. ഒരു ഗൈഡ് വയർ സഹായത്തോടെ അവർ ആ ഡമ്മിയെ 500 അടി ഉയരത്തിലേക്ക് എത്തിച്ചു. എല്ലാം തയ്യാറായ ശേഷം അവർ 1.5 മൈൽ ദൂരേക്ക് മാറി നിന്ന് സ്ഫോടനം നടത്താൻ ഒരുങ്ങി. ഫലം: വയർ മുറിച്ചു മാറ്റിയതോടെ ഡമ്മി താഴേക്ക് പതിക്കുകയും അതേസമയം 1000 പൗണ്ട് സ്ഫോടക വസ്തുക്കൾ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ആ സ്ഫോടനം എത്രത്തോളം ശക്തമായിരുന്നെന്നാൽ അത് ചുറ്റുമുള്ള കാട്ടുതീ പടർത്തുകയും എല്ലാറ്റിനെയും തകർത്തെറിയുകയും ചെയ്തു. എന്നാൽ ഗൈഡ് വയറിലുണ്ടായ തകരാർ കാരണം ഡമ്മി ലക്ഷ്യസ്ഥാനത്ത് നിന്നും അല്പം മാറിയാണ് വീണത്. സ്ഫോടനം നടന്ന സ്ഥലത്തിന് അടുത്തായി പരിശോധിച്ചപ്പോൾ ഗ്യാസ് സ്റ്റേഷന്റെ ഇരുമ്പ് കമ്പികൾ 100 അടി ദൂരേക്ക് തെറിച്ചുപോയി ഒരു മരത്തിൽ ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്നത് ജാമി കണ്ടെത്തി. സ്ഫോടനത്തിന്റെ കേന്ദ്രബിന്ദുവിൽ നിന്നും മാറി വീണിട്ട് പോലും ആ ഡമ്മി കൃത്യമായി നടുവെ പിളർന്നു പോയിരുന്നു. ഇതിൽ നിന്നുള്ള നിഗമനം വളരെ വ്യക്തമാണ്. ഇതുപോലൊരു സ്ഫോടന തരംഗം ഷോക്ക് വേവ് ഒരു മനുഷ്യനെ